ഭൗതിക ലോകത്ത് അതേ വാടക വീട്ടിൽ കഴിയുന്നവർ, ഭൗതിക ലോകത്ത് ലൈൻ റൂമിൽ താമസിക്കുന്നവർ, അതേ ഈ ലോകത്ത് സുബ്ഹാനല്ലാഹ് പീഡികത്തിണ്ണയിൽ കടന്നുറങ്ങുന്നവർ, സുബ്ഹാനല്ലാഹ് അതേ വാടക കൊടുക്കാൻ പൈസ ഇല്ലാത്തതിന്റെ പേരിൽ മുതലാളിമാര് വന്ന് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടവർ, സുബ്ഹാനല്ലാഹ് ലൈൻ റൂമിൽ നിന്ന് ഇറക്കി വിട്ടവർ, വലിയ വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി രോഗത്തിന് ചികിത്സിക്കാൻ പൈസ ഇല്ലാത്തതിന്റെ പേരിൽ സുബ്ഹാനല്ലാഹ് ഗവൺമെന്റ് ഹോസ്പിറ്റലിലും ഹെൽത്ത് സെന്ററിലും പോയി ചികിത്സിക്കുന്നവർ, അവരെ ആർക്കും ഇന്ന് വേണ്ട. അവർക്ക് അതാ അത്താണിയാകാൻ ആരുമില്ല. സുബ്ഹാനല്ലാഹ് മഹാന്മാര് പഠിപ്പിക്കുകയാണ്, മഹാന്മാര് പഠിപ്പിക്കുകയാണ്, മഹത്തുക്കള് പഠിപ്പിക്കുകയാണ്. ഭൗതിക ലോകത്തെ ദുർബലരുണ്ടല്ലോ, ആർക്കും വേണ്ടാത്തവർ, ആരും അതാ മൈൻഡ് ചെയ്യാത്തവർ, ആത്മീയ ലോകത്തെ പ്രമുഖരാണെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ആരൊക്കെ നിന്നെ ദരിദ്രനായി കണ്ടെങ്കിലും കോടീശ്വരൻ നീ തന്നെ എക്കാലത്തിലും. ആരൊക്കെ നിന്നെ ദരിദ്രനായി കണ്ടെങ്കിലും കോടീശ്വരൻ നീ തന്നെ എക്കാലത്തിലും. വീട്ടില് പണക്കാരനായ മക്കളുണ്ടോ? ആ മക്കൾക്ക് സ്ഥാനമുണ്ട്. കുടുംബത്തിൽ പണക്കാരനായ ആളുണ്ടോ? അവർക്ക് സ്ഥാനമുണ്ട്. അവരെ കല്യാണത്തിന് വിളിക്കുന്നു, അവരെ നിക്കാഹിന് വിളിക്കുന്നു, അവരെ നിശ്ചയത്തിന് വിളിക്കുന്നു, അവിടെ അവരെ എല്ലാ പരിപാടിക്കും വിളിക്കുന്നു. സുബ്ഹാനല്ലാഹ് കുടുംബത്തിൽ പാവപ്പെട്ടവനാണോ? അത് മക്കളാണോ? അവനോട് കൂടിയാലോചനയില്ല. അവനെ ഒന്ന് ചേർത്ത് പിടിക്കാൻ വാപ്പക്ക് മനസ്സില്ല, ഉമ്മക്ക് മനസ്സില്ല, കുടുംബത്തിന് മനസ്സില്ല. പണമുണ്ടോ? എല്ലാവർക്കും വേണം, സംഘടനയ്ക്ക് വേണം, നേതൃത്വത്തിന് വേണം, എല്ലാവർക്കും വേണം. പണമില്ലെങ്കിൽ ഒന്നിനും പറ്റൂല. അവനെത്ര ആത്മീയമായി ഉയർന്നവനാണെങ്കിലും, അവനെത്ര പത്രാസിൽ നടക്കുന്നവനാണെങ്കിലും, അവന്റെ കയ്യിൽ പണമില്ലെങ്കിൽ ആർക്കും വേണ്ട. ഒരു പക്ഷേ തിങ്കളും വ്യാഴവും നോമ്പെടുക്കുന്നവരാണ്, ഖുർആൻ ഒരുപാട് പാരായണം ചെയ്യുന്നവരാണ്, എല്ലാ സ്വലാത്ത് മജ്ലിസിലും പങ്കെടുക്കുന്നവനാണ്, പള്ളിയിൽ ജമാഅത്തിന് കൃത്യമായി പങ്കെടുക്കുന്നവനാണ്, ഗീബത്ത് നമീമത്ത് ഫിത്ന ഫസാദ് പറയാത്തവനാണ്, തന്റെ കഷ്ടപ്പാടുകൾ മറ്റുള്ളവരോട് പറയാത്തവനാണ്, ആരോക്കും ഒരു ഉപദ്രവം ചെയ്യാത്തവനാണ്. പക്ഷേ പണമില്ല, പണമില്ല, പണമില്ലാത്തത് കൊണ്ട് കുടുംബക്കാർക്ക് വേണ്ട, വാപ്പക്ക് വേണ്ട, ഉമ്മക്ക് വേണ്ട, നാട്ടുകാർക്ക് വേണ്ട, മഹല്ലിന് വേണ്ട, ആർക്കും വേണ്ടല്ലോ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇന്നത്തെ അവസ്ഥ അതാണ്. എന്നാൽ കേട്ട മോനെ, കേട്ട മോമിനീങ്ങള്, നിങ്ങൾക്ക് വേണ്ടാത്തവര്, നമുക്ക് വേണ്ടാത്തവര് നാളെ റബ്ബിന്റെ അരികത്ത് വലിയ സ്ഥാനത്തുള്ളവരാണ്. നാളെ റബ്ബിന്റെ അരികത്ത് വലിയ സ്ഥാനത്തുള്ളവരാ. ബഹുമാനപ്പെട്ട നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഓ അല്ലാഹ്, നിനക്കെന്ന് വേണ്ടേ? നിനക്കെന്ന് അവരെ വേണ്ടേ? അവരെ നിനക്കൊരു പരിപാടിക്കും വേണ്ട. എങ്കിൽ നാളെ റബ്ബിന്റെ അരികത്ത് അവർ ഉന്നതമായ സ്ഥാനത്തായിരിക്കും. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ നോക്ക്, ഒരു കല്യാണാലോചന വരികയാണ്. സുബ്ഹാനല്ലാഹ്, പാവപ്പെട്ട കുടുംബത്തിൽ നിന്നാണോ? വേണ്ട. പാവപ്പെട്ട
കുടുംബത്തിൽ നിന്നാണോ ചെറുക്കൻ നല്ല ചെറുക്കനാണ്, ദീനീ ബോധമുള്ള ചെറുക്കനാണ്, കാണാൻ രസമുള്ള ചെറുക്കനാണ്, പക്ഷേ ചെറിയൊരു തൊഴിലുണ്ട്, നല്ല അച്ചടക്കമുള്ള കുടുംബമാണ്, സമ്പത്തില്ല, അവന്റെ വീട്ടിലേക്ക് കാറ് പോകുകയില്ല, വേണ്ട ബന്ധം വേണ്ട, ആ ബന്ധം വേണ്ട, നല്ലൊരു പെൺകുട്ടി അൽഹംദുലില്ലാഹ് ദീനീ ബോധമുള്ള പെൺകുട്ടിയാണ്, കാണാൻ അഴകുള്ള പെൺകുട്ടിയാണ്, മതബോധമുള്ള പെൺകുട്ടിയാണ്. എന്തേ കാരണം? വാടക വീട്ടിലാണ് താമസം, ലൈൻ റൂമിലാണ് താമസം, അല്ലെങ്കിൽ എന്താ ആങ്ങളാരില്ല. അതേ 4 or 5 പെൺകുട്ടികളാണ്, അവർക്ക് ആങ്ങളാരില്ല, വാപ്പ ഒറ്റക്കാണ് അവരെ കയറ്റുപതാ കൊണ്ടുപോകേണ്ടത്. അതേ ഇവൻ കല്യാണം കഴിച്ചാൽ തൊട്ടടുത്ത് വേറെ 2 അനുജത്തിമാരുണ്ട്, ബാധ്യതയാണെന്ന് ഉമ്മ പറയുന്നു, ബാധ്യതയാണെന്ന് വാപ്പ പറയുന്നു. കാരണം എന്തേ? പാവപ്പെട്ടവനായി പോയി. നിങ്ങൾ നോക്ക് എന്തൊരു വിരോധാഭാസമാണ്, എന്തൊരു വിരോധാഭാസമാണ്. എന്താണ് ഈ കേൾക്കുന്നത്? എന്താണ് ഈ കാണുന്നത്? എന്താണ് ഈ കേൾക്കുന്നത്? എന്താണ് ഈ കാണുന്നത്? അല്ലാ ഇന്ന് നടക്കുന്ന സംഭവങ്ങളല്ലേ പറയുന്നത്. ആർക്കും എന്നോട് മുഖം ചൊളിച്ചു നോക്കേണ്ട ആവശ്യമില്ല, പറയുക തന്നെ ചെയ്യട്ടെ. സുബ്ഹാനല്ലാഹ്. അന്വേഷണം പോകുന്നു എങ്ങോട്ട്? പാവപ്പെട്ടവനിലേക്ക് അന്വേഷണം പോകുന്നില്ല. അത് ഏത് വിഷയമെടുത്ത് പരിശോധിച്ചാലും അങ്ങനെ തന്നെയാണ്. അല്ലാ പാവപ്പെട്ടവന്റെ വീട്ടിലേക്ക് എന്നെ ദുആ ചെയ്യാൻ വിളിച്ചാൽ, ഒരു മൗലൂദിന് വിളിച്ചാൽ ഞാൻ പോകാൻ തയ്യാറല്ല. സുബ്ഹാനല്ലാഹ്, എന്നെ പോലെയുള്ളവർ പോകാൻ തയ്യാറല്ല. പാവപ്പെട്ടവന്റെ വീട്ടിലേക്കില്ല, മുതലാളിമാരുടെ വീട്ടിലേക്ക് പോകാൻ എന്താവേശമാണ്, എന്താഹ്ലാദമാണ്, എന്താമോദമാണ്. സുബ്ഹാനല്ലാഹ്, പാവപ്പെട്ടവന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവന്നാൽ അത് കഴിക്കാൻ മടിയാണ്. മുതലാളിമാരുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ എന്ത് ഹരമാണ്. സുബ്ഹാനല്ലാഹ്, പാവപ്പെട്ടവനോട് ഓരം ചേർന്ന് നിൽക്കാൻ ഇന്ന് ആളെവിടെ? ആളുകളെവിടെ? ഇല്ലല്ലോ, ആരുമില്ലല്ലോ. പാവപ്പെട്ടവൻ സുബ്ഹാനല്ലാഹ്, ആരൊക്കെ ദരിദ്രനായി കണ്ടെങ്കിലും കോടീശ്വരൻ നീ തന്നെ എക്കാലത്തിലും കിളക്കണ്ട പൂട്ടണ്ട, വെയിൽ കൊള്ളണ്ട, നിനക്കുള്ളതൊന്നും തന്നെ നീ അറിയണ്ട. മോനെ, നിന്ന് വാടക വീട്ടിലാണെങ്കിൽ, നിന്ന് ലൈൻ റൂമിലാണെങ്കിൽ, അല്ലാ നാളെ നിനക്ക് വരാനിരിക്കുന്ന ലോകത്ത് നിന്നെ പരിഗണിക്കാത്തവരുടെ മുമ്പില്, നിന്നെ അവഗണിച്ചവരുടെ മുമ്പില്, നിന്നെ താഴ്ത്തി കെട്ടിയവരുടെ മുമ്പില്, നിന്നെ അതാ വലിച്ചെറിഞ്ഞവരുടെ മുമ്പില്, നിന്നെ അതാ മൂലയിലേക്ക് മാറ്റിവെച്ചവരുടെ മുമ്പില് നീ കോടീശ്വരനായി നാളെ ബലസുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ. ദുനിയാവിൽ അല്ലറ ചില്ലറ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുമൊക്കെ നിനക്ക് വന്നെങ്കിൽ, നിനക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ, നീ വാടക വീട്ടിലാണെങ്കിൽ, നീ ലൈൻ റൂമിലാണെങ്കിൽ, നീ 4 or 5 പെൺകുട്ടികൾ നിനക്കുള്ളതെങ്കിൽ, നീ ടെൻഷൻ അടിക്കണ്ട, നീ പ്രയാസപ്പെടണ്ട. തവക്കൽതു അലല്ലാഹ്, മാഷാ അല്ലാഹ്. അല്ലാഹു തആല നമുക്ക് അനുഗ്രഹം നൽകട്ടെ.